അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് ഡേയ്സിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ നോൺ ട്രേഡിംഗ് ഡേയ്സ് ആയിട്ടുള്ള ശനി ഞായർ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നും അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്നും പെട്ടെന്ന് ഒരു ഓവർവ്യൂ നോക്കാം. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ പ്രോഗ്രാം അല്ല. പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിവിടെ പറയുന്നത് പ്യുവർലി സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസുകളാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ന്യൂസുകൾ കേട്ടിട്ട് അതിൽ പറയുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റോക്കുകൾക്ക് മൊമെന്റം ഉണ്ടാവുന്ന പക്ഷം നിങ്ങൾ ആ ന്യൂസിനെ പ്രോഫിറ്റ് ആക്കി മാറ്റുക. അതാണ് നമ്മുടെ ഈ ചാനലിന്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ന്യൂസുകൾ നിങ്ങൾ ഡെയിലി ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്യുക. ആ ന്യൂസിനെ നിങ്ങളെ പ്രോഫിറ്റ് ആയിട്ട് മാറ്റിയെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇതിൽ നമ്മൾ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഏതൊക്കെ സ്റ്റോക്കുകളായിരിക്കും അപ്പ് മൂവ്മെന്റ് കിട്ടുന്നത് എന്നും ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഡൗൺ മൂവ്മെന്റ് കിട്ടുന്നത് എന്നും നോക്കി നിങ്ങൾ അതനുസരിച്ച് ട്രേഡുകൾ നിങ്ങളുടെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇറ്റ്സ് ഐ ബി എന്ന നമ്മുടെ ചാനലിലെ ലെറ്റ്സ് ടോക്ക് സ്റ്റോക്ക് ന്യൂസ് എന്ന സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് മൈ നെയിം ഈസ് ഐസക് ബേബി. ഇപ്പം ആദ്യമേ തന്നെ നമ്മുടെ ബാങ്കിങ് സെക്ഷനിൽ IDFC ഫസ്റ്റ് ബാങ്കിന്റെ റിസൾട്ട് ഔട്ടായിട്ടുണ്ട്. വളരെ മോശം റിസൾട്ടാണ് ആക്ച്വലി IDFC ഫസ്റ്റ് ബാങ്കിന്റെ. അവർക്ക് റിസൾട്ട് വന്ന ഏതാണ്ട് 630 കോടി രൂപയുടെ നഷ്ടമാണ് അവരുടെ ഈ പ്രാവശ്യത്തെ റിസൾട്ടിൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും അടുത്ത ദിവസം സ്റ്റോക്കിനെ അത് നല്ലൊരു ഡൗൺ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക്. ബന്ധൻ ബാങ്കിന്റെ റിപ്പോർട്ട് വന്നു. ബന്ധൻ ബാങ്കിന്റെ റിപ്പോർട്ടും അവരുടെ Q1 റിസൾട്ടിൽ പ്രോഫിറ്റ് കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ ഇയർ ഓൺ ഇയർ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ നിയർലി 283% അപ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UC ഹിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് നുറേക്ക. പിന്നെ മറ്റൊരു മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ അദാനി ഗ്രൂപ്പ് പെട്രോ കെമിക്കൽ ബിസിനസ്സിലേക്ക് കടക്കാൻ പോവുകയാണെന്നുള്ള ന്യൂസ് വന്നു. അവർ അദാനി പെട്രോ കെമിക്കൽ ലിമിറ്റഡ് എന്നുള്ള പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാൽക്കം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അവരുടെ ക്വാർട്ടർ റിസൾട്ട് 51% ഡൗണും ഇയർ ഓൺ ഇയർ വെച്ച് നോക്കുമ്പോൾ 69% അപ്പുമാണ് ഉള്ളത്. പിന്നെ LG ബാലകൃഷ്ണ ആൻഡ് റോസ് എന്ന് പറയുന്ന കമ്പനിയുടെ റിസൾട്ട് ഔട്ടായിട്ടുണ്ട്. അവർ ഇയർ ഓൺ ഇയർ ഏതാണ്ട് 600% അപ്പായിട്ടുണ്ട്. ക്വാർട്ടർ റിസൾട്ട് 43% ഡൗൺ ആണ്. പിന്നെ ജയന്ത് അഗ്രോ ഓർഗാനിക്സിന്റെ റിസൾട്ട് വന്നു. അവരുടെ ഇയർ ഓൺ ഇയർ നിയർലി 226% അപ്പായിട്ടുണ്ട്. ക്വാർട്ടർ റിസൾട്ട് 9% ഡൗൺ ആണ്. പിന്നെ NTPCയുടെ റിസൾട്ട് വന്നു. ക്വാർട്ടർ റിസൾട്ടും 24% ഡൗൺ ആണ്. ഇയർ ഓൺ ഇയർ 18% ഹൈപ്പ് ഉണ്ട്. പിന്നെ സാരദ എനർജി ആൻഡ് മിനറൽസിന്റെ ക്വാർട്ടർ റിസൾട്ട് Q1 റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. ക്വാർട്ടർ റിസൾട്ട് 20% അപ്പും ഇയർ ഓൺ ഇയർ 373% അപ്പായിട്ടുണ്ട്. സാർദ്ര എനർജി എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റോക്കിന് നല്ലൊരു മൂവ്മെന്റം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അപ്പ് മൂവ്മെന്റം. യൂണിക്കം ലാബിന്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. അത്ര നല്ല റിസൾട്ട് അല്ല. തീർച്ചയായിട്ടും അത്ര വലിയൊരു മൊമെന്റം കാണിക്കാൻ ചാൻസസ് ഇല്ല. മേ ബി ഒരു ചെറിയൊരു ഡിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഒഡീഷ ഗവൺമെന്റ് IOCL HPCL പോലെ ഒരു 5 കമ്പനികൾക്ക് അവരുടെ സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. നിയർലി ഒരു 2000 crore rupeesന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ പെർമിഷൻ ആയിട്ടുള്ളത്. അപ്പോൾ IOCL HPCL ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ മാസം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ഒരുപാട് ഡാറ്റാസ് വരാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡാറ്റയാണ്. പല കമ്പനികളുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. വലിയ ഹൈപ്പുള്ളതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഗുഡ് റിസൾട്ട്സ്. ഏഷ്യർ മോട്ടറിന്റെ റിസൾട്ട് വന്നു. ഏതാണ്ട് 95% അവരുടെ സെയിൽസ് അപ്പായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ടാറ്റ മോട്ടോഴ്സിന്റെയും 19% അപ്പായിട്ടുണ്ട്. മാരുതി സുസുക്കി നിയർലി 10.2% അപ്പായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ സെയിൽസ് ഓട്ടോമൊബൈൽ സെക്ടേഴ്സിൽ ഇതൊരു നല്ല ഒരു ഗ്രീൻ സിഗ്നൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് ഒന്ന് വാച്ച് ചെയ്യുക. തീർച്ചയായിട്ടും ചെറിയൊരു ഹൈപ്പ് ഉണ്ടാവാൻ ചാൻസസ് കാണുന്നുണ്ട്. പിന്നെ CDSLന്റെ റിസൾട്ട് വന്ന് വളരെ നല്ല റിസൾട്ടുകളാണ്. ഇയർ ഓൺ ഇയർ 98%, ക്വാർട്ടർ ടു ക്വാർട്ടർ 74% അപ്പായിട്ടുണ്ട്. നമ്മുടെ ഈ ഷോയിൽ തന്നെ നമ്മൾ മുമ്പ് ഷോ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൽ CDSLന്റെ റാലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു റാലി CDSL ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടും കൂടി വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് നല്ലൊരു റാലി പ്രതീക്ഷിക്കാം. ഇൻഫാക്ട് നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ CDSL നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു സ്റ്റോക്കാണ്. ഡാൽമിയ ഷുഗർ ഇൻഡസ്ട്രി അവരുടെ 2 ഗ്രെയിൻ ബേസ്ഡ് ഡിസ്റ്റിലറി സ്ഥാപിക്കാൻ പോവുകയാണെന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഷുഗർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് നോട്ട് ചെയ്തതാണ്. കാരണം നമ്മൾ ഷുഗർ സെക്ടേഴ്സിലേക്ക് ഒരു ഫ്യൂച്ചർ റാലി നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്.
പിന്നെ ഈ ഓഗസ്റ്റ് മാസം നമുക്ക് കുറേ അധികം IPOs വരുന്നുണ്ട്. അപ്പോൾ മേജർ ആയിട്ടുള്ള 1-2 IPOs എന്ന് പറയുന്നത്, ഒന്ന് ദേവയാനി ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി. ദേവയാനി എന്നെ കുറിച്ച് ചിലപ്പോൾ എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ പിസ്സ ഹട്ട്, KFC പോലുള്ള ബ്രാൻഡുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. പിന്നെ കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ്, വിൻലാസ് ബയോടെക്, XRO ടൈൽസ്, ഇതിൻ്റെയൊക്കെ IPOs ഈ മാസങ്ങളിൽ നമുക്ക് വരാനുണ്ട്. തീർച്ചയായിട്ടും നോക്കി വയ്ക്കാവുന്ന IPOs ആണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ ജപ്പാൻ ടോക്കിയോയിൽ കോവിഡ് കേസസ് ഇൻക്രീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ലോക്ക്ഡൗൺ ഓഗസ്റ്റ് 31 വരെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടോക്കിയോയിൽ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു തീരുമാനം ഏഷ്യൻ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കണ്ടിരിക്കണം. ജ്യോതി ലാബറട്ടറീസ് പ്രോഡക്ട്സിന്റെ എല്ലാം തന്നെ പ്രൈസ് കൂട്ടാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ന്യൂസ് വന്നിട്ടുണ്ട്. തീർച്ചയായും പല കമ്പനികളുടെ അവരുടെ പ്രോഡക്റ്റ് പ്രൈസ് കൂട്ടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ടാറ്റ മോട്ടോഴ്സിന്റെ വാഹനത്തിന്റെ പ്രൈസ് കൂട്ടിയപ്പോഴും എയർടെലിന്റെ ബേസ് പ്ലാനിന്റെ പ്രൈസ് കൂട്ടിയപ്പോഴും ആ സ്റ്റോക്കിന് ഒരു ഹൈപ്പ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതി ലാബോറട്ടറീസിനും നമുക്ക് അതുപോലെ ഒരു ഹൈപ്പ് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു കമ്പനിയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബ്ലിസ് GVS ഫാർമയുടെ റിപ്പോർട്ട് വന്നു. Q1 റിസൾട്ട്, അവരുടെ ഇയർ ഓൺ ഇയറും ക്വാർട്ടർ റിസൾട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കാണിക്കുന്നത്. ഏതാണ്ട് ക്വാർട്ടർ റിസൾട്ട് 29%, അപ്പം ഇയർ ഓൺ ഇയർ 33% അപ്പ് ആയിട്ടുണ്ട്. സൈഡസ് കാഡില ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരു ഇഞ്ചക്ഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷന്റെ പേര് ഫുൾവെസ്ട്രൻറ്റ് ഇഞ്ചക്ഷൻ എന്നാണ്. അതിന് US FDA അപ്രൂവൽ ആയിട്ടുണ്ട്. സൈഡസ് കാഡില തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസവും സൈഡസ് കാഡിലേക്ക് ഗുഡ് ന്യൂസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ന്യൂസ് നല്ലൊരു അപ്രാലി ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സോഴ്സ് പോയിന്റ് എന്ന കമ്പനിയുടെ ഷെയർ അക്വയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അശോക ബിൽഡ്കോൺ ലിമിറ്റഡ്, അവർക്ക് സോഡിയാക് ഹീലോട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു ഓർഡർ കിട്ടിയ ന്യൂസ് വന്നിട്ടുണ്ട്. അശോക ബിൽഡ്കോൺ ലിമിറ്റഡ്. ലുപ്പിൻ കമ്പനി ഓസ്ട്രേലിയയിലുള്ള സദേൺ ക്രോസ് ഫാർമ എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, നമ്മുടെ വീഗാലാൻഡിന്റെ വണ്ടർല ഹോളിഡേസ് ലിമിറ്റഡിന്റെ ഗ്രേഡിങ് ICRA ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്റ്റോക്കിനെ സംബന്ധിച്ച് അതൊരു നെഗറ്റീവ് ന്യൂസാണ്. സ്റ്റോക്ക് ഒന്ന് താഴോട്ടിരിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ KEC ഇന്റർനാഷണലിന് ഏതാണ്ട് 1503 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കിട്ടിയ ന്യൂസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കമ്പനിക്ക് അത് ഗുഡ് ന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള റിസൾട്ടുകൾ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചാണ്. ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്, കുറേ പെന്നി സ്റ്റോക്കുകൾ ഉണ്ട്. നമ്മൾ എല്ലാം ചെയ്തിട്ടില്ല, മേജർ ആയിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിൽ നിങ്ങൾ എൻട്രി എടുക്കണോ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ബേസ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുക. തീർച്ചയായിട്ടും നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തേക്ക് നമ്മൾ ഇനി എന്തായിരിക്കും നിഫ്റ്റിയുടെ പോക്ക് എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് നോടിച്ച് പറയാം. നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4-5 മാസത്തോളമായിട്ട് നിഫ്റ്റി 15,500 മുതൽ 16,000 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഒരു കൺസോളിഡേഷനാണ് കാണുന്നത്. അപ്പോൾ 15,500 എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ നല്ലൊരു സപ്പോർട്ട് സോണും 16,000 എന്ന് പറഞ്ഞ ടോപ്പിൽ നല്ലൊരു റെസിസ്റ്റൻസും ആയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള നിഫ്റ്റിയുടെ പോക്ക്. അപ്പോൾ അതിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡാറ്റ നമ്മൾ പറയുകയാണെങ്കിൽ, FIIs കഴിഞ്ഞ ഒരു മാസം തന്നെ ഏതാണ്ട് 23,193 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഈ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ DIS 18,300 ചില്ലാനും കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ FIIs ഇത്ര ഹെവിലി ഈ മാർക്കറ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഇത് കോവിഡിന് ശേഷം, അത് ഫസ്റ്റ് കോവിഡിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും വലിയ ഫിഗർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും വലിയൊരു എമൗണ്ട് ആണ് കഴിഞ്ഞ ഒറ്റ മാസം FIIs സെല്ലിംഗ് നടത്തിയേക്കണേ. അപ്പോൾ DIS ബൈയിങ് നടത്തിയതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ടിൽ നിന്നത്. 15,500 വരെയുള്ള സപ്പോർട്ടിൽ നിൽക്കാൻ ചാൻസസ് ഉണ്ടായത്. ഇനി അടുത്ത ആഴ്ചയിൽ, ഈ വരുന്ന ആഴ്ചയിൽ ഫസ്റ്റ് വീക്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന മേജർ ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളുണ്ട്. അതായത് നമ്മുടെ നിഫ്റ്റി 50-ലുള്ളത് കേട്ടോ. HDFC, എയർടെൽ, SBI, ടൈറ്റാൻ, M&M, സിപ്ല, അദാനി പോർട്സ്, ഹിൻഡാൽകോ ആൻഡ് ഡിവിസ് ലാബ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ടുകൾ നമ്മൾ ഇനി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ HDFCയുടെയും SBIയുടെയും റിസൾട്ടുകൾ വളരെ നിർണായകമാവാൻ ചാൻസസ് ഉണ്ട്. HDFC തിങ്കളാഴ്ചയും SBI എനിക്ക് തോന്നുന്നു ബുധനാഴ്ചയാണ് റിസൾട്ടുകൾ ഔട്ടാവുന്നത്.
അപ്പോൾ ഇവരുടെ രണ്ടുപേരെ റിസൾട്ടുകളുടെ ഒരു പോസിറ്റിവിറ്റി ഒരു പക്ഷേ ബാങ്ക് നിഫ്റ്റിനെ നല്ല രീതിയിൽ അപ്പ് മൂവ്മെന്റ് ആക്കാൻ ചാൻസസ് ഉണ്ട്. ഇൻഫാക്ട് SBIയുടെ കഴിഞ്ഞ 2 ക്വാർട്ടറിലും വന്നാകുന്ന റിസൾട്ട് വളരെ നല്ല റിസൾട്ടുകളാണ്. ആ ഒരു സമയത്തുള്ള കൺസോളിഡേഷൻ അപ്പാക്കിയെടുക്കാൻ SBIയുടെ റിസൾട്ടിന് കഴിഞ്ഞിരുന്നു തൊട്ട് മുമ്പത്തെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ നമ്മൾ FI DISന്റെ ഡാറ്റ പറഞ്ഞതുപോലെ തന്നെ FIIസും DISും ഇപ്പോൾ രണ്ടുപേരും 2 ദിശയിലാണ്. ഒരാൾ വിൽക്കുകയാണെങ്കിൽ മറ്റേയാൾ വാങ്ങുകയാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ രണ്ടുപേരും ഒരേ റേഞ്ചിൽ പോവുകയാണെങ്കിൽ, അതായത് FIIസും DISും സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഹ്യൂജ് ആയിട്ട് ഡൗൺ ആയിട്ട് പോകാൻ ചാൻസസ് ഉണ്ട്. 15,500 പൊളിച്ച് താഴോട്ട് വീണ്ടും ഇറങ്ങാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ FIIസും DISും ബൈയിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, രണ്ടുപേരും ഒരുമിച്ച് ബൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ 16,000 എന്ന് പറയുന്നത് നമുക്ക് ഈസി ടാർഗറ്റാണ്. 16,000 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 15,960 ഇതുവരെയുള്ള ഓൾ ടൈം ഹൈ. അത് കയറി കഴിഞ്ഞ് 16,000 കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് 16,200 വരെ മാർക്കറ്റ് പോകുന്നുള്ള കേസിൽ നമുക്ക് കൺഫേം ആയിട്ടിരിക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ടോട്ടലി എല്ലാം ഗുഡ് ന്യൂസ് ആണെങ്കിലും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ മേജർ ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് എല്ലാ ഗ്ലോബൽ മാർക്കറ്റിലെയും നെഗറ്റീവ് ബയാസിലേക്ക് വിട്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ റീസൺ നമ്മൾ ഇന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ലിങ്കിൽ പോയി അത് കണ്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കുകളൊക്കെ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് കറക്റ്റ് ടൈമിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നാളെ നമുക്ക് ട്രേഡിംഗ് അവേഴ്സിന് ശേഷം നമ്മുടെ ചാനലിൽ തന്നെയുള്ള ഷോ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന സീരീസിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.